നമസ്കാരം. ഇന്നലത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ വിശ്വനാഥ് പ്രതാപ് സിംഗ് പ്രധാനമന്ത്രിയായ ശേഷം ഉണ്ടായ പ്രധാന കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ ഗതിവിഗതികൾ കുറിച്ച് സംസാരിച്ചു. ഇന്ന് തുടർന്ന് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ആരൊക്കെയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിമാർ, അവർ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടെ നമുക്ക് കാണാം. വി പി സിംഗ് പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറിയ ശേഷം കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണ നൽകി ചന്ദ്രശേഖർ അധികാരത്തിൽ വരികയായിരുന്നു. ചന്ദ്രശേഖറിൻ്റെ കാലം ഒരു വളരെ ചെറിയ കാലമായിരുന്നു. 6 മുതൽ 8 മാസം, കഷ്ടി 7-7.5 മാസത്തോളമേ ഉണ്ടായിരുന്നുള്ളൂ. പുറമെ നിന്ന് പിന്തുണ നൽകിയ കോൺഗ്രസ് തന്നെ ആ പിന്തുണ പിൻവലിക്കുകയും തുടർന്ന് ഇലക്ഷനിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. ഈ പുറമെ നിന്ന് പിന്തുണ നൽകിയ കോൺഗ്രസ് ഒരു കാര്യത്തിലും ചന്ദ്രശേഖറിനെ സ്വതന്ത്രമായി വിടാതിരിക്കുകയും ഓരോ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, വിശ്വനാഥ് പ്രതാപ് സിംഗിൻ്റെ കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു, 1989 കാലഘട്ടത്തിൽ കാശ്മീർ പ്രശ്നം വല്ലാതെ ആളിക്കത്തുകയും അവിടെ തീവ്രവാദി ആക്രമണം നിത്യേന എന്നോണം സംഭവിക്കുകയും ചെയ്തു. ഈ JKLF പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ മകളെ വരെ തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതി എത്തുകയും തന്മൂലം കാര്യമായി ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ ഗവൺമെൻറ് എന്നുള്ളത് ഒരു വീക്ക് ഗവൺമെൻറ് ആണ് എന്നുള്ള ധാരണ വേൾഡ് പൊളിറ്റിക്കൽ സർക്കിൾസിൽ പടരാനിടയാവുകയും ചെയ്തു. തുടർന്ന് ചന്ദ്രശേഖറിൻ്റെ കാലത്ത് ആ കാശ്മീർ ഇൻസർജൻസി അതിൻ്റെ പീക്കിലെത്തുകയായിരുന്നു. ദൈനംദിനോണം ആ തട്ടിക്കൊണ്ടുപോകലുകൾ, മാസ് എക്സോഡസ് ഓഫ് കാശ്മീരി പണ്ഡിറ്റ്സ് ഒക്കെ സംഭവിച്ച കാലഘട്ടമായിരുന്നു അത്. കാര്യമായി ഒന്നും തന്നെ ഈ സ്ഥിരതയില്ലാത്ത ഗവൺമെൻറ്റിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ ഹർത്താലുകളും സ്ഥിരമായിരുന്നു. അവിടുത്തെ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആകേണ്ട പാർട്ടീസിനെയെല്ലാം ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ബാൻ ചെയ്യുകയും ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും മറ്റും സീനിലേ ഇല്ലാതാവുകയും ചെയ്തു. തന്മൂലം JKLFന് പകരം വന്ന ഹസ്രത്തുൽ മുജാഹിദീൻ കുറച്ചുകൂടെ പാക് സപ്പോർട്ടുള്ള ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിരുന്നു. അവർ പണ്ഡിറ്റുകളുടെ സീജുകൾ ഉണ്ടാക്കി, സിനിമ ബാൻ ചെയ്തു, ആൽക്കഹോൾ ബാൻ ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുകയും അതൊരു മോസ്റ്റ് വോളട്ടൈൽ പീരീഡായിട്ട് അറിയപ്പെടുകയും ചെയ്തിരുന്നു. ചന്ദ്രശേഖറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ഹ്യൂമാൻ അപ്രോച്ചാണ് സ്വീകരിച്ചത്. താൻ ഏത് തീവ്രവാദികളായിട്ടും സംസാരിക്കാൻ തയ്യാറാണെന്നുള്ള ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും തീവ്രവാദികളുമായി സംസാരത്തിന് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാൻ പിന്തുണയോടുകൂടിയുള്ള ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിരുന്നത് സമയം മാത്രമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾ സ്വതന്ത്രരാകും, അല്ലെങ്കിൽ ആസാദ് കാശ്മീർ എന്ന നയത്തോടെയാണ് അവർ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. തന്മൂലം സമയം നീട്ടിക്കൊണ്ടുപോവുക, ഈ ആസാദിക്ക് വേണ്ടിയിട്ടുള്ള സമയം നീട്ടിക്കൊണ്ടുപോവുക, തുടർന്ന് ആസാദാവുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. ഇത് മനസ്സിലാക്കാതെ ആ ഒരു ട്രാപ്പിൽ ചെന്ന് ചാടുകയും ദൈനംദിന എന്നോണം അവിടുത്തെ സ്ഥിതിഗതികൾ കുഴഞ്ഞുകൊണ്ടിരിക്കുകയും മോശമായ ഇലക്റ്റഡ് ഗവൺമെൻറ്റുകൾക്കൊന്നും അവിടെ പോകാൻ കഴിയാത്ത ഒരു പാരലൽ സിസ്റ്റം തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വി പി സിംഗിൻ്റെ കാലഘട്ടത്തോടു കൂടി സിംഗിൾ പാർട്ടി ഗവൺമെൻറ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വി പി സിംഗിന് ശേഷം വന്ന ചന്ദ്രശേഖർ ഗവൺമെൻറ് ആവട്ടെ, അതിനുശേഷം ചന്ദ്രശേഖർ ഗവൺമെൻറ് പോയ ശേഷം ഇലക്ഷൻ നടന്നു. നമുക്കെല്ലാം അറിയാം, ആ ഇലക്ഷൻ്റെ സമയത്താണ് ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി ഒരു സ്ഫോടനത്തിൽ LTTക്കാരായ തനുവിൻ്റെ ബെൽറ്റ് ബോംബിൻ്റെ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ആ ഇലക്ഷനിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ കൂടിയും 240 സീറ്റോളം, കഷ്ടി 230-നും 240-നും ഇടയിലുള്ളൊരു സീറ്റ് ലഭിക്കുകയും അതിനുശേഷം സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല എന്നറിയിക്കുകയും ചെയ്തതിനാൽ PV നരസിംഹറാവു പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നമ്മളുടെ സ്റ്റേറ്റ് ലീഡറായിട്ടുള്ള K കരുണാകരൻ ഒരു കിങ് മേക്കർ റോൾ വഹിച്ച കാര്യം പലർക്കും അറിയാമായിരിക്കും. നരസിംഹറാവുവിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ രാഷ്ട്രീയം ഏതാണ്ട് ഉപേക്ഷിച്ച് സ്വന്തം സംസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയ നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ കരുണാകരൻ വഹിച്ച പങ്ക് വളരെ നിസ്തുലമാണ്. ആ 1989-ൽ ചന്ദ്രശേഖർ ഗവൺമെൻറ്റിൻ്റെ പീരീഡ് ഒരു എക്കണോമിക് ക്രൈസിസിലൂടെ കൂടി കടന്നു പോകുന്ന സമയമായിരുന്നു. നമ്മളുടെ രാജ്യത്തെ ഗോൾഡ് കൊണ്ട് UK ബാങ്കിൽ കൊണ്ട് പണയം വെക്കേണ്ട അവസ്ഥ വന്നിരുന്നു.
അത് നമ്മുടെ ഗോൾഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ട് പ്ലഡ്ജ് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം വന്ന നരസിംഹറാവു ഗവൺമെൻറ് ഒരു ഫിനാൻസ് എക്സ്പേർട്ടായ മൻമോഹൻ സിംഗിനെ, മുമ്പ് RBI ഗവർണറായിരുന്നു, അദ്ദേഹത്തെ പിടിച്ച് തൻ്റെ ധനമന്ത്രിയാക്കുകയും തുടർന്ന് നരസിംഹറാവു എന്ന വേർഡ് ഇന്ന് ചേർത്ത് വായിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ എക്കണോമിക് പവർ ഹൗസ് ആവുന്നതിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ലൈസൻസ് രാജ് ഇല്ലാതായി, പ്രൈവറ്റൈസേഷൻ വന്നു, ലിബറലൈസേഷൻ വന്നു. ഇതെല്ലാം എതിർത്തുകൊണ്ടിരുന്നത് ഇടതുപക്ഷ കക്ഷികൾ എതിർത്തുകൊണ്ടിരുന്നു. ഇന്ന് അതിൻ്റെ അപ്പോസ്തലരായിട്ടുള്ള BJP അന്ന് പാർലമെൻറ്റിൽ ഈ ലിബറലൈസേഷനെ എതിർത്തു എന്നുള്ളത് തികച്ചും നിസ്തർക്കമായ ഒരു കാര്യമാണ്. അതിനെ എതിർത്തുകൊണ്ട് തന്നെ സോഷ്യലൈസത്തിന് അനുകൂലമല്ല നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്ന പല പ്രസ്താവനകളും നമുക്ക് പാർലമെൻ്ററി സ്പീച്ചസിൽ കാണാൻ കഴിയും. കാശ്മീരിൽ തിരിച്ചടികൾ തുടങ്ങിയത് നരസിംഹറാവുവിൻ്റെ കാലത്തായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനരാരംഭിച്ചു. ഇസ്രായേലിന് ഒരു എംബസി തുറന്നു ഇന്ത്യയിൽ. നയതന്ത്ര ബന്ധങ്ങൾ സ്വതന്ത്രമായി ഇസ്രായേലുമായും പാലസ്തീനെ അംഗീകരിക്കുക മാത്രമല്ല, ഇസ്രായേലുമായിട്ടും ഒരു നയതന്ത്ര ബന്ധം വേണം എന്നുള്ള നിലപാടിലേക്ക് എത്തി. അയൺ ഹാൻഡ് ഇൻ വെൽവെറ്റ് ഗ്ലൗ എന്നുള്ള പോലെ ഒരേ സമയം ഭീകരവാദികൾക്ക് നേരെ തിരിച്ചടിക്കുക, അതേസമയം വേദികളിൽ കാശ്മീർ ശാന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതായിരുന്നു നരസിംഹറാവു സ്വീകരിച്ച നയം. നരസിംഹറാവുവിന് ഇത് സ്വീകരിക്കേണ്ടി വന്നത് പാകിസ്ഥാൻ ആഗോള വേദികളിൽ കാശ്മീർ നയത്തെ, ഇന്ത്യയുടെ കാശ്മീർ നയത്തെ അപലപിക്കുകയും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടെന്ന് അപലപിച്ചുകൊണ്ട് UN-ലും മറ്റും ഒരുപാട് ഉണ്ടാക്കുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രസ്താവനകൾ ഇറക്കുന്ന അവസരമുണ്ടായിരുന്നു. അതിന് നരസിംഹറാവു പ്രതിപക്ഷ നേതാവായ അടൽ ബിഹാരി വാജ്പേയിയെയാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനായി വിട്ടത് എന്നുള്ളത് ഇന്ത്യ ആ നേരത്ത് രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരുമിക്കണം എന്നുള്ള ശക്തമായ സന്ദേശമായിരുന്നു നൽകിയിരുന്നത്. ഫറൂഖ് അബ്ദുള്ള എന്ന കാശ്മീരി നേതാവും വാജ്പേയിയും ചേർന്നിട്ടാണ് UN സഭയിൽ ഇന്ത്യക്കെതിരെ കൊണ്ടുവന്ന പ്രമേയത്തെ ശക്തമായി എതിർത്തുകൊണ്ട് പ്രസംഗിച്ചത് എന്നുള്ളത് ഒരു വളരെ മനോഹരമായി രാജ്യത്തിന് വേണ്ടി ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒന്നിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി ഇന്ന് നിലനിൽക്കുന്നു. ആ സാമ്പത്തിക നയങ്ങൾ ഭംഗിയായി വന്നുകൊണ്ടിരുന്നെങ്കിലും നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളിൽ ഒന്ന് കറപ്ഷൻ ലിഗേഷൻ ആയിരുന്നു. ഹർഷദ് മേത്ത സ്കാം. ഹർഷദ് മേത്ത താൻ നരസിംഹറാവുവിന് തന്നെ പണം നൽകി എന്നുള്ള ആരോപണം വന്നു. ആ സമയത്ത് ജെയിൻ ഹവാല ഡയറികൾ മുതലായവ ധാരാളമായി പുറത്തു വന്നിരുന്നു. കാശ്മീരിൽ അഫ്സ്പ പോലുള്ള ആക്ടുകൾ ചന്ദ്രശേഖർ ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നു. അത് തുടരുകയും കാശ്മീരിലെ സ്ഥിതിഗതികൾ കൂടുതൽ വോളട്ടൈൽ ആവുകയും ചെയ്തെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ടെന്യൂർ, നരസിംഹറാവുവിൻ്റെ ടെന്യൂർ എൻഡ് ചെയ്യുന്നതിൽ സമയത്തേക്ക് അത് കുറേശ്ശെ താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് വേറെ ഒരു കാര്യം. നരസിംഹറാവുവിൻ്റെ ഇതിന് ശേഷം വന്ന വീണ്ടും ഒരു തൂക്കുമന്ത്രിസഭയായിരുന്നു. ഒരു സിംഗിൾ പാർട്ടി ഗവൺമെൻറ് നടക്കുകയില്ല എന്നുള്ള സ്ഥിതി തന്നെ വരികയായിരുന്നു. അതിനുശേഷം വന്ന ഒരു ഗവൺമെൻറ് വാജ്പേയിയുടെ ആയിരുന്നു. ഏറ്റവും ലാർജസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ശങ്കർ ദയാൽ ശർമ്മ വാജ്പേയിയെ വിളിച്ചു. അദ്ദേഹത്തിന് 14ഓളം 2 ആഴ്ചയോളം തൻ്റെ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകി. പക്ഷേ BJP ഒരു ഹിന്ദുത്വ പാർട്ടി എന്ന ലേബൽ ഉണ്ടായിരുന്നതിൽ, വിശേഷിച്ചും രാമജന്മഭൂമി പ്രശ്നത്തിലൂടെ, രഥയാത്രയിലൂടെ അദ്വാനി ഉണ്ടാക്കിയ ഹിന്ദുത്വ ലേബലിൽ പേടിച്ച് ഒറ്റ രാഷ്ട്രീയ പാർട്ടിയും സപ്പോർട്ട് കൊടുക്കാതിരിക്കുകയും തന്മൂലം വാജ്പേയി ഗവൺമെൻറ് താഴേക്ക് 13ാമത്തെ ദിവസം അദ്ദേഹം വിശ്വാസ വോട്ട് നേടാതെ റിസൈൻ ചെയ്യുകയും ചെയ്തു. നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ പറയുമ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ബാബറി മസ്ജിദിൻ്റെ ഡെമോളിഷനാണ്. ഇന്ത്യ കൃത്യമായും ഒരു കമ്മ്യൂണൽ ലൈനിൽ നെടുകെ പിളരുകയും തന്മൂലം ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായതായും അതിനുശേഷം വന്ന ബോംബെ സ്ഫോടനങ്ങളും കാര്യങ്ങളും മൂലം ഭൂരിപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങളും തമ്മിലുള്ള അന്തരം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തതായിട്ട് ആ സമയങ്ങളിൽ കാണാം. ഇന്ത്യയെ വിമർശിക്കാനായി
നടന്നിരുന്ന രാജ്യങ്ങൾക്ക് ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഒരു സുവർണാവസരമായി ഇന്ത്യ പല വേദികളിലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി. അതിനുശേഷം വന്ന മറ്റൊരു ഗവൺമെൻറ് ആയിരുന്നു HD ദേവഗൗഡ. HD ദേവഗൗഡ കർണാടകത്തിലെ ഒരു ചെറിയ പാർട്ടിയുടെ നേതാവായിരുന്നുകയും അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാവാൻ കഴിയുകയും ചെയ്തത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോട്ടറി വിന്നർ എന്നുള്ള നിലയിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു സൂപ്പർ ലോട്ടറി എടുക്കുന്ന പോലെയാണ് HD ദേവഗൗഡ അധികാരത്തിൽ വന്നത്. ഹീ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഹൂ ടോട്ട് എവറി പൊളിറ്റീഷ്യൻ ടു ഡ്രീം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും വളരെ ചെറിയൊരു പാർട്ടിയുടെ നേതാവാവുകയും അദ്ദേഹം പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. അദ്ദേഹം ഒരു അഗ്രേറിയൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യമായി കർണാടകത്തിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം അഗ്രികൾച്ചർ സെക്ടറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഫാം പാക്കേജസ്, ഇറിഗേഷൻ ഇത് ഉണ്ടാക്കിയത്. അതുപോലെ വിളകൾ നഷ്ടപ്പെടുന്നവരുടെ എഴുതി തള്ളുക പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു IK ഗുജ്റാൾ. ഗുജ്റാൾ ഡോക്ട്രിൻ, വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഗുജ്റാൾ ഡോക്ട്രിൻ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്ററിൻ്റെ കാലഘട്ടത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ഇതായതെങ്കിലും ഗുജ്റാൾ ഡോക്ട്രിൻ്റെ തുടക്കം ദേവഗൗഡയുടെ കാലത്തായിരുന്നു. കാശ്മീരിൽ ഇലക്ഷൻ ഒരു പ്രസിഡന്റ് ഭരണം നിർത്തി ഒരു എന്താണ് പറയുക സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവരാനായിട്ട് ഇലക്ഷൻ നടത്തി എന്നുള്ളതാണ് ഗൗഡയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വളരെയധികം ഇൻസർജൻസി നടക്കുന്ന സമയത്തും ഇലക്ഷൻ ബോയ്ക്കോട്ട് ആവശ്യപ്പെട്ടു കൊണ്ട് മറ്റ് തീവ്രവാദികൾ തിട്ടൂരമിറക്കിയ സമയത്തും ഇലക്ഷൻ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫറൂഖ് അബ്ദുള്ള വീണ്ടും അധികാരത്തിൽ വന്നിരുന്നു. തന്മൂലം ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ് കാശ്മീർ വരുന്നതിലൂടെ ഈ ലോകവേദികളിൽ ഇന്ത്യയെ പല ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും ആരോപിച്ചിരുന്ന പാകിസ്ഥാൻ്റെ വായടപ്പിക്കാൻ ഒരു പരിധിവരെ ദേവഗൗഡയുടെ ഇത്തരം കാര്യങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള സത്യമാണ്. ദേവഗൗഡയുടെ ഗവൺമെൻറ്റിൻ്റെ അന്ത്യം തികച്ചും ആകസ്മികമായിരുന്നു. അദ്ദേഹത്തിന് പുറമേ നിന്ന് സപ്പോർട്ട് നൽകിയിരുന്ന സീതാറാം യെച്ചൂരി ഒരു സുപ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇനി കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം ദേവഗൗഡയ്ക്ക് റിസൈൻ ചെയ്യേണ്ടി വരികയുമാണ് ചെയ്തത്. തുടർന്ന് വന്ന ഗവൺമെൻറ്റാണ് ഗുജ്റാൾ, IK ഗുജ്റാളിൻ്റെ. ദേവഗൗഡയുടെ ഗവൺമെൻറ്റിൽ ഗുജ്റാൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള സംഭാവന ഗുജ്റാൾ ഡോക്ടറിനാണ്. ഒരു ബീയിങ് ബെനവലൻറ്റ് ടു ദ നൈബറിങ് കൺട്രീസ് എന്നുള്ളതാണ് ആ ഗുജ്റാൾ ഡോക്ടറിൻ്റെ അടിസ്ഥാന തത്വം. തങ്ങളെക്കാൾ ചെറിയ രാജ്യങ്ങളുമായി അവരിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്ന് നോക്കാതെ അങ്ങോട്ട് കൂടുതൽ കൊടുക്കുക, അതുമൂലം ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാവും എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാന തത്വം. ഒരു ഗാന്ധിസത്തിൻ്റെ ഒരു ചെറിയ അടിസ്ഥാന തത്വങ്ങൾ ഇതിൽ ലയിച്ചു ചേർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മളുടെ അടുത്ത കൺട്രീസ് ആയിട്ടുള്ള ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക മുതലായ രാജ്യങ്ങളുമായിട്ടുള്ള പല പ്രശ്നങ്ങളും അതോടുകൂടി പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് IPKF ഒക്കെ പോയിട്ടുണ്ടായിരുന്ന ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയിരുന്ന IPKFൻ്റെ ആക്ഷൻ മൂലം ഉണ്ടായിരുന്ന ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഒരുപാട് ക്ലോഷർ നടത്താൻ കഴിഞ്ഞു. പക്ഷേ പാകിസ്ഥാനുമായിട്ടുള്ള കാര്യങ്ങളിൽ അത് ഒട്ടും തന്നെ ഗുണം ചെയ്തില്ല, നേരെ മറിച്ച് ദോഷമാണ് ചെയ്തത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ പീസ് ടോക്സിന് വരുന്നത് തന്നെ സമയം ലഭിക്കാനും കൂടുതൽ പ്രിപ്പറേഷനോട് കൂടി ആഞ്ഞടിക്കാനും വേണ്ടിയായിരുന്നു എന്നുള്ള സത്യം പലപ്പോഴും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ്റെ ഫലമായി യൂണിലാറ്ററലായിട്ട് പല ഇൻ്റലിജൻസ് ഓപ്പറേഷൻസും അദ്ദേഹം സീസ് ചെയ്തിരുന്നു. തന്മൂലം കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസ് നടത്താൻ കഴിയാതെ പോവുകയും അപ് ടു മുംബൈ 26/11 വരെയുള്ള കാരണങ്ങൾക്ക് ഇന്ത്യയുടെ അസറ്റ്സുകൾ പോയത് കൊണ്ടാണ് സംഭവിച്ചത്. നമുക്ക് ഇൻ്റലിജൻസ് ഓൺ ദ സീൻ ഇൻ്റലിജൻസ്, ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ലാക്ക് കാരണമാണ് സംഭവിച്ചത് എന്ന് പല ഇൻ്റലിജൻസ് ഓപ്പറേറ്റേഴ്സും അല്ലെങ്കിൽ റോ ചീഫ്സും കരുതിയിരുന്നു. ഗുജ്റാൾ ഡോക്ടറിൻ ഏകപക്ഷീയമായിരുന്നു. അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും ഒന്നും ലഭിക്കാതെ നമ്മൾ സമാധാനം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്ത ഇത്തരം കാര്യങ്ങൾ ഇന്ത്യക്കെതിരെയുള്ള ടെററിസ്റ്റ് ആക്രമണങ്ങളെ വല്ലാതെ കൂട്ടുന്നതായിട്ട് നമുക്ക് പിന്നെ കാണാൻ കഴിഞ്ഞു. ഗുജ്റാളിന് ശേഷം വന്ന പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹത്തിൻ്റെ 13 ദിവസത്തെ ടെന്യൂറിനെ കുറിച്ച് പറഞ്ഞു. ശേഷം വീണ്ടും ഒരു 1.5 വർഷത്തെ ടെന്യൂർ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അധികാരത്തിൽ വരികയും അദ്ദേഹം NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറഞ്ഞ
ഒരു കോയിലേഷൻ ഫോം ചെയ്തു. അതിൽ അദ്ദേഹത്തിൻ്റെ 1.5 വർഷത്തെ ടെന്യൂറിൽ തീർച്ചയായിട്ടും പ്രധാന കാര്യങ്ങൾ അദ്ദേഹം ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തി പൊക്രാനിൽ ഇന്ത്യ ഒരു ന്യൂക്ലിയർ രാജ്യമായിട്ടതായി. തന്മൂലമുണ്ടായ സാങ്ഷൻസിനെ വിജയകരമായി തരണം ചെയ്തു. ഇന്ത്യ ഡൊമസ്റ്റിക് ഡ്രിവൺ എക്കോണമിയാണെന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഒരു പീസ് ടോക്സ് ഇനീഷ്യേറ്റീവ് പാകിസ്ഥാനുമായി സ്ഥാപിച്ചു. ഇന്ത്യയുടെ ഒപ്പം തന്നെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് നടത്തിയ പാകിസ്ഥാനുമായിട്ട് ഒരു ലാഹോർ ബസ് യാത്രയിലൂടെ പീസ് അഗ്രിമെൻറ്റിന് തയ്യാറായി. അദ്ദേഹം തയ്യാറായ പീസ് അഗ്രിമെൻറ്റിന് കൈ കൊടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പട്ടാള ജനറൽ, പാകിസ്ഥാൻ പട്ടാള മേധാവിയായിരുന്ന മുഷറഫ് 4 മാസത്തിനുള്ളിൽ കാർഗിൽ ഇൻക്വേഷൻ നടത്തുകയും തന്മൂലം ഒരു ബാക്ക് സ്റ്റാബിംഗ് ഇവന്റ് പോലെ ഇന്ത്യക്ക് അനുഭവപ്പെടും. ഇന്ത്യയുടെ അതുവരെ ഉണ്ടായിരുന്ന പാകിസ്ഥാനുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാം എന്ന പ്രതീക്ഷയുടെ അവസാനത്തെ ആശയം നശിക്കുന്ന ഒരു ഇവൻ്റായിട്ടാണ് ലാഹോർ ബസ് യാത്രയും അതിനുശേഷം വന്ന കാർഗിൽ ഇൻക്വേർഷനും കാണുന്നത്. അതിനുശേഷം ഇന്ത്യ യൂണിലാറ്ററലായിട്ടുള്ള കൺസെഷൻസ് നടത്താനും അവർ വിശ്വസിക്കാനും ഏതാണ്ട് മടിച്ചു തുടങ്ങി എന്ന് തന്നെ, രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ മടിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം. തുടർന്നുള്ള കാർഗിൽ യുദ്ധത്തിന് ശേഷം വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ 2ാമത്തെ ടെന്യൂറിനെ കുറിച്ചും അതിനുശേഷം വന്ന മൻമോഹൻ സിംഗ്, ഇപ്പോഴുള്ള മോഡി ഗവൺമെൻറ്റിനെ കുറിച്ചും ഇനിയൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഉചിതം. ഇപ്പോൾ തന്നെ ഈ വീഡിയോ 15 മിനിറ്റിന് മേലെയായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. നിങ്ങൾ ഇത് കാണുന്ന പക്ഷം നിങ്ങൾ ഈ യൂട്യൂബ് അൽഗോരിതം ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോ ചെയ്യാനും സഹായകമാകും. അത് തന്നെ ഒരു പ്രോത്സാഹനവുമാകും. നന്ദി, നമസ്കാരം.